ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ അനുഗ്രഹവും ഒക്കെ ഈ രണ്ടുപേർക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കും ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടെ ഏറ്റവും ഹൃദയപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തുടക്കം മൂവി ട്രെയിലർ ലോഞ്ചിലേക്ക്. നല്ലൊരു നിറഞ്ഞ കൈഡിയാണല്ലോ. Ladies and gentlemen, on behalf of entire Ashirwad family, it's my absolute pleasure and privilege to welcome everyone out here, especially the dearest and nearest friends from our film fraternity, our well-wishers, our supporters, everyone. A special welcome to every one of you to this grand trailer launch of Tudakam movie, directed by Jude Anthony Joseph, produced by Anthony Perumbavoor, and proudly introducing Vismaya Mohanlal and Jude alla നമ്മുടെ സ്വന്തം ആശിഷ് ജോ ആന്റണി. നല്ലൊരു കൈ രണ്ടുപേർക്കും കൊടുക്കാം. No, Vismaya, seeing your face, we are extremely happy actually. ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരു കാര്യവും ഡയറക്ടർ പുറത്തു വിട്ടിട്ടില്ല. നമ്മൾക്ക് ആകപ്പാട് ഇതുവരെ വന്നിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു ലവിങ്, നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു പാട്ട് മാത്രമാണ്. മാജിക് ഇൻ ദാറ്റ് മൂവി. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ ഒരു മൂവി വരാൻ വേണ്ടി. ആസ് വി ഓൾ നോ, ഓഗസ്റ്റ് 7th വേൾഡ് വൈഡ് റിലീസ് ആണ് തുടക്കം മൂവി. ഈ ഒരു തുടക്കം മൂവിക്ക് എല്ലാവിധ ആശംസകളും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിലർ ലോഞ്ചിലേക്ക് പോവാൻ. ആ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രീമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഒരു റിയാലിറ്റി ആവാൻ നമ്മളുടെ കൂടെ ഫ്രം ദ വെരി ബിഗിനിങ്, ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് ഈ ഒരു സമയം വരെ കൂടെ നിന്ന് എല്ലാവർക്കുമുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമയുടെ നമ്മുടെ എന്താ പറയുക ഏറ്റവും ഹാർട്ട് ആൻഡ് സോൾ ആയിട്ട് പ്രവർത്തിച്ച ടെക്നീഷ്യൻസിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെടേണ്ടവര് ഈ സിനിമയുടെ റൈറ്റേഴ്സ് തന്നെയാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലിനീഷ് നെല്ലിക്കൽ ആൻഡ് അഖിൽ കൃഷ്ണ. With a warm round of applause, ladies and gentlemen, inviting Lineesh Nellikal and Akhil Krishna. Please. As writers, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു പ്ലീസ് വളരെ എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവിയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മൂവിയാണ്. ബിക്കോസ് ലാലേട്ടൻ്റെ മകളുടെ ഫസ്റ്റ് മൂവി, ആശിഷിൻ്റെ ഫസ്റ്റ് എന്നല്ല സെക്കൻഡ് മൂവിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആൻഡ് റൈറ്റേഴ്സ്, ആസ് റൈറ്റേഴ്സ് എന്താണ് ഈ സിനിമ റിലീസ് ആകുമ്പോൾ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഇത് കൊറോണ സമയത്ത് ജൂഡേട്ടന് ബോറടി മാറ്റാൻ വേണ്ടി അയച്ചൊരു കഥയായിരുന്നു. അങ്ങനെ അതാണ് ശരിക്കും അതിന് തുടക്കമായി വന്നത്. കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ജൂഡേട്ടന് നമ്മളൊന്നും സിനിമയിൽ മീൻസ് എൻ്റെ ഒരു എൻ്റെ പഞ്ചായത്തിൽ പോലും സിനിമയിൽ വർക്ക് ചെയ്യാൻ കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് കിടന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ മെയിൻ ക്രെഡിറ്റ് ജൂഡേട്ടനാണ്. പുള്ളിയാണ് ആദ്യം കണ്ട ഒരു കഴിവ് തിരിച്ചറിഞ്ഞൊരു അവസരം നമുക്ക്. അതും ഇതുപോലൊരു ഇപ്പോഴും സ്വപ്നത്തിൻ്റെ ഒരു നിമിഷം പോലെയാണ്. ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമോ, മീൻസ് ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും വിചാരിച്ചല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ എഴുതി എത്തിച്ചിട്ടുണ്ട്. ഇവിടെയുടേതായ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം ക്രൂവിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതലേ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ലാൽ സാറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. സ്പീച്ച്ലെസ് ആണ്. എനിക്ക് താങ്ക്സ് ഇവിടൊന്നും പറയാൻ പറ്റുന്നില്ല. Thank you and all the best to the writers Lineesh Nellikal and Akhil Krishna. And joining us, നമ്മളുടെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഖിൽ ജോർജ്. അഖിൽ ജോർജിന് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമ്മുടെ സ്വന്തം സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ് is joining.
Okay, Akhil will be joining us later. And ഓരോ പാട്ടും ഒരു മാജിക് ആക്കി നമ്മൾക്ക് സെലിബ്രേറ്റ് ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള one of the most promising music directors of Malayalam film industry, that is Jakes Vijay. Jakes Vijay ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Jakes, please. Good evening, everyone. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ജൂഡ് എന്നോട് ഈ കഥ പറയുമ്പോൾ എനിക്കതൊരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോളിഡ് കഥയാണ്. രണ്ടാമത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ നമ്മൾ ഇത്രയും വർഷം എന്താ നെഞ്ചിരേറ്റ് ലാലേട്ടൻ്റെ മോളുടെ തുടക്കം ഇതിലും ആപ്റ്റായിട്ടൊരു സ്ക്രിപ്റ്റ് അതിന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ജെന്യുവൻ ആയിട്ടാണ് വിസ്മയ ആ റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ ചൂട് എന്നെ ഇപ്പൊ വന്ന് സ്റ്റേജിൽ കയറി. ബട്ട് ഐ തിങ്ക് ദർസ് ജെന്യുവിനിറ്റി, ദർസ് ഏർണസ്റ്റ് ആൻഡ് ഓണസ്റ്റ്നെസ് ഇൻ എവറി ഫ്രെയിം. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. ഞാൻ ആ കണ്ടപ്പോൾ തൊട്ട് ആ കുട്ടി എന്ത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു റീഅഷുറൻസ് ആയിരുന്നു ഈ സിനിമ. ആൻഡ് വിസ്മയ, യു ഡൺ എ ഫാബുലസ് ജോബ്. ഐ വാണ്ട് എവരിബഡി ടു വിറ്റ്നസ് ദാറ്റ്. അതുപോലെ തന്നെ ആശിഷ്, അതും ഞാൻ പറയുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ഓൾ ഓഫ് യു ടു വാച്ച് ദ ഫിലിം. അഗൈൻ ഒരു ജനറേഷൻ നെഞ്ചിലേക്ക് ലാലേട്ടന്റെ സിനിമ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു പുതിയ ജനറേഷൻ, എല്ലാ ജനറേഷനും ഒരു തുടക്കം വേണം. അങ്ങനെ ഒരു മനോഹരമായ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതില് ജൂഡിന്റെ ത്രൂ ഔട്ട് ഈ പടത്തില് ജൂഡ് ഒരു സ്ട്രിക്റ്റ് ടാസ്ക് മാസ്റ്ററാണ്. ഒരു സീനില് പോലും ജൂഡ് രാത്രി വിളിച്ച് ജൂഡിന്റെ ഒരു നാഗിങ്ങും ഒരു കോൺസ്റ്റന്റ് എന്താ പറയുക പ്രോഡക്റ്റ് നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ജൂഡ് ഫോർ ദാറ്റ്. കാരണം മറ്റു പ്രോജക്ട്സ് നടക്കുമ്പോൾ യു ഹാവ് ദ പേഷ്യൻസ് ആൻഡ് ദ വില്ലിംഗ്നെസ് ടു സിറ്റ് വിത്ത് മീ. അത് ഞാനും ഇത്തിരി ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജൂഡ് അതിനെക്കാട്ടും മുകളിലുള്ള ആളാണ്. സോ അങ്ങനെ വന്നപ്പം ഐ തിങ്ക് ഗിവൺ അവർ ബെസ്റ്റ്. വിഷ്ണു ഇസ് ഹിയർ. വിഷ്ണു, ഞങ്ങൾ കുറെ പടങ്ങളായിട്ട് വിഷ്ണുவோட സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സ് ചെയ്യുന്നു. അവനും 100% ഞങ്ങൾ മിക്സിന് പോയപ്പോൾ ഒരു കറക്ഷനും ഇല്ലായിരുന്നു. ലിറ്ററലി പടം കണ്ടു ഇറങ്ങി. അത്രയും എഫർട്ട് വിഷ്ണുവിട്ടുണ്ട്. ചമൻ couldn't be here. Akhil and everybody else who has been part of this movie. I consider this as my absolute privilege to be part of the beginning of these two young artists, and I hope the best for the film. Thank you so much. Thank you so much, ബിജോയ്. നമ്മളും ഈ പറയുമ്പോൾ ഒരു പാട്ട് കേട്ടു, അപ്പൊ തൊട്ട് എല്ലാവരും അഡിക്റ്റഡ് ആണ്. ഇനി ബാക്കിയുള്ള ഒരു മാജിക്കിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്ത് വിഷ്ണു ഗോവിന്ദ്. വിഷ്ണു, പ്ലീസ്. ട്രെയിലർ ലോഞ്ച് ഇവന്റ് അല്ലേ, നമുക്ക് ചെറിയൊരു കൈ കൊടുക്കാം. വിഷ്ണു ഗോവിന്ദ് ഇസ് ജോയിനിങ്. ആൻഡ് സ്പെഷ്യലി ഇത് നമുക്ക് ഭയങ്കര 2 പേഴ്സണൽ ആയ ഒരു മൂവി ട്രെയിലർ ലോഞ്ചും കൂടെ ആണ്. വിഷ്ണു, പ്ലീസ്. ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പടത്തിന്റെ ഭാഗമായിട്ട്, ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ഫൈനൽ സൗണ്ട് മിക്സ് കഴിഞ്ഞിട്ട് പടം മുഴുവനായിട്ട് ഞാനും ജൂഡും ജേക്സും ഒരുമിച്ചിരുന്ന് കണ്ടത്. ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ്, എന്താ എങ്ങനെ പറയാൻ അറിയത്തില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു പടം കണ്ടു കഴിഞ്ഞപ്പോൾ. നമ്മളതിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്നിരുന്നാൽ പോലും. പിന്നെ ജൂഡിൻ്റെ കൂടെ 2018 ശേഷമുള്ള പടം, ജൂഡിൻ്റെ കൂടെ 3ാമത്തെ പടമാണ്. ആനന്ദചന്ദ്രൻ്റെ കൂടെ ആശീർവാദിൻ്റെ കൂടെ ഇതിന് മുമ്പ് ചെയ്ത പടം ഒപ്പമാണ്. അതിനുശേഷം തുടക്കം. ഇതിന് മുമ്പ് തുടരുവിൻ്റെ വേദിയിൽ ലാലേട്ടൻ്റെ ഒപ്പം തുടരണം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ട്. അതിൻ്റെ സന്തോഷം വേറെ സന്തോഷമാണ്. പിന്നെ ശരിക്കും വേറൊരു കാര്യം എടുത്തു പറയണമെന്ന് തോന്നിയത്, വിസ്മയും ആശിഷും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എഫേർട്ട്ലെസ് ആക്ടിങ്. അത് ഐ ബിലീവ്, എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും അത് കാണുമ്പോൾ ഇതൊരു തുടക്കമാണെന്ന് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വിഷ്ണു. ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ വിഷ്ണു എല്ലാ സൂപ്പർ ഹിറ്റ് മൂവീസിലും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായി മാറട്ടെ. താങ്ക് യു. നമ്മൾക്ക് ഇനി നമ്മളുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേര് വിടുന്നു ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ആളെ നമ്മൾ എയർ ഹോസ്റ്റസ് ആയിട്ട് കണ്ടു, പിന്നീട് ഒരു പോയറ്റ് ആയിട്ടാണ് കാണുന്നത്. യെസ്, joining with us very talented Jilu Joseph. Jilu, please join on stage.
Give a warm round of applause, ladies and gentlemen, please. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ വന്ന് സംസാരിക്കാൻ അതിൽ ഒരുപാട് സന്തോഷം. ഈ മൂവിയുടെ പാർട്ടാവാൻ പറ്റിയതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ജൂഡേറ്റിൻ്റെ കൂടെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തത് 2018-ലാണ്. വീണ്ടും എനിക്കൊരവസരം തന്നതിന്, അതും ഇത്ര വലിയ ലെജൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. Working experience was really nice. Thank you so much, entire team. Thank you, Jilu. Thank you so much. അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന ആള് കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഡിയർ സിറയിലെ പോറ്റി ആയിട്ടാണ്. ജിതിൻ ഗോപിനാഥ്, പ്ലീസ് നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കഴിഞ്ഞ വർഷം എനിക്ക് പറഞ്ഞ പോലെ പ്രണവിനൊപ്പം ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റി. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വിസ്മയോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, കൂടെ സഹായിച്ചേട്ടൻ. അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരോടൊപ്പം എന്നെയും കൂടെ ജൂഡ് സാറ് കൂടെ നിർത്തി. പിന്നെ ലാൽ സാറിനോടെയൊക്കെ എനിക്ക് ഈ ഫ്രണ്ടിൽ നിൽക്കാൻ എനിക്കൊരു ടെൻഷനുണ്ട് സാർ. ഞാൻ ചെയ്തിട്ടില്ല, വേറെ കൂടെ അഭിനയിച്ചിട്ടില്ല, അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അവിടുന്ന് കുടുംബത്തിൽ നിന്ന് 2 പേരായി. അപ്പോൾ ഇങ്ങനൊരു സിനിമയിലേക്ക് കൂടെ ചേർത്ത് നിർത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും അപ്പം ഞങ്ങളെ ഒരു അനുഗ്രഹിക്കണം. നല്ലൊരു വിജയത്തിന് എല്ലാവരും ഒപ്പം നിൽക്കണം. അനുചന ഓക്കെ. അപ്പോൾ 2 പേർക്കും ഓക്കെ, നിങ്ങളും കയറി. ഓക്കെ, താങ്ക് യു ജിമിൻ. 2 പേരായി, ഒരാളും കൂടെ വേണം എന്നുള്ളതാണ് ജിമിൻ എന്ന് പറഞ്ഞിട്ട് പോയത്. താങ്ക് യു ജിമിൻ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ടു ദിസ് വണ്ടർഫുൾ മൂവി. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ആള് ഷീസ് ആൻ ആക്ട്രസ്, പക്ഷേ ഈ ഒരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. ഓൾറെഡി വിസ്മയ ഒരു വലിയ ക്രെഡിറ്റ് ആൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു മൂവിയിൽ വിസ്മയക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ആദിത്യ ലക്ഷ്മി. Can we have you on stage? നല്ല നിറഞ്ഞൊരു കൈഡി കൊടുത്ത് നല്ലൊരു സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആദിത്യ ലക്ഷ്മി, പ്ലീസ്. Yes, dear, please. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ് മായ ചേച്ചി. മായ ചേച്ചിയുടെ കൂടെ മായ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ റോള് ചെയ്യാനും മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ആൻഡ് താങ്ക് യു സോ മച്ച് സുരിക്കൊഞ്ഞമ്മ ഫോർ സജസ്റ്റിംഗ് മീ ഫോർ ദിസ് റോൾ ആൻഡ് ഫോർ ദ ഡബിങ്. ആൻഡ് ജൂഡ് ചേട്ടനോടും ആന്റണി ചേട്ടനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബിക്കോസ് യു ഗേവ് മീ എ ചാൻസ്. എനിക്കത് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. I thank the whole team behind this, and I really hope this movie is a great success. Thank you so much. Thank you ആദിത്യ ലക്ഷ്മി. Anyway, social media ഇപ്പോൾ ഇത് വൈറലായി കഴിഞ്ഞിട്ട് how was that response? Actually, ഞാൻ സത്യം പറഞ്ഞാൽ മായ ചേച്ചി ഇത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം യൂഷ്വലി നോബഡി ഡസ് ദാറ്റ്, ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു സ്പോക്ക് ഫോർ മീ. ആൻഡ് എനിക്ക് മായ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇറ്റ് വാസ് such a big dream for me. അത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. ഒരാളും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ. താങ്ക് യു സോ മച്ച്. ജിബിൻ അവിടുന്ന് ആ ഒരു സീറ്റിൽ നിന്നിട്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ നല്ല മൂവികളിൽ ചെറിയ ചെറിയ റോൾസും വലിയ റോൾസും ഒക്കെ ആയിട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അശ്വിൻ വിജയൻ. അശ്വിൻ, പ്ലീസ്. എൻജോയ് കാണിക്കുന്നത് ഭയങ്കര സന്തോഷം. സ്വപ്നമാണ് അത് നടന്നതിൽ ദൈവത്തിനോട് വലിയ നന്ദി പറയാൻ. ലാൽ സാറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സ്വപ്നമായിരുന്നു. എനിക്ക് ജൂഡ് സാറിനോട് നന്ദി പറയുന്നതിൽ ആദ്യം പറയേണ്ടത് അതിന് മുമ്പ് ജൂഡ് സാറിന്റെ വൈഫിനോടാണ്.
ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് സിനിമയിലേക്ക്. അപ്പൊ ചേച്ചിയോട് ഞാൻ ആദ്യത്തെ നന്ദി പറയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും ചേച്ചി ഉണ്ടാവും. അപ്പൊ പിന്നെ ജൂഡ് സാറ്, ബോബിച്ചേട്ടനാണെങ്കിലും ആശിഷ്, മായ, എല്ലാവരും, സായിച്ചേട്ടനുണ്ട്, എല്ലാവരുടെ അടുത്തും എന്താ പറയാ ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വലിയൊരു ടീമിനകത്ത് വന്നു നിന്ന് പെർഫോം ചെയ്യുകയാണ് അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ലാതെ എന്നെ ഇതിനകത്തേക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുനടന്നത് ഇവരെല്ലാവരുമാണ്. അതിന് എല്ലാവരോടും ഭയങ്കരമായിട്ട് നന്ദി പറയാണ്. താങ്ക് യു. ഇപ്പൊ ഞാൻ വീഴും. ഓക്കെ, താങ്ക് യു. താങ്ക് യു അശ്വിൻ. വീഴണ്ട, ഞങ്ങളുടെ സിനിമ കണ്ടിട്ട് സന്തോഷിച്ചിട്ടുള്ള അശ്വിനെ കണ്ടിട്ട് താങ്ക് യു അശ്വിൻ. ആൻഡ് മൂവിങ് ഓൺ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് നൽകി അല്ലെങ്കിൽ ആശീർവാദ് കുടുംബത്തിന് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ബോബി കുര്യൻ. നല്ലൊരു കാര്യം കൊടുത്ത് ബോബി കുര്യൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഈ ഒരു വേദിയിലേക്ക്. പ്ലീസ്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാൻ ഇതിൻ്റെ പൂജയ്ക്ക് എന്നെ സംസാരിക്കാൻ ഈ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഞാൻ ഈ പറഞ്ഞ ലാൽ സാറിൻ്റെ ഒപ്പം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അങ്ങനെ തുടക്കം തിയേറ്ററിലെത്തുകയാണ് 7-ാം തീയതി. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറും സുചേച്ചി, അവരുടെ പ്രിയമായ മായക്കുട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട അനുചേട്ടൻ, ശാന്തിച്ചി, അവരുടെ ഞങ്ങളെല്ലാവരും പ്രിയ സ്നേഹത്തിൽ വിളിക്കുന്ന ജോഗു, ഇവർ രണ്ടുപേരുടെയും തുടക്കമാണ്. ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊരു സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് രണ്ടുപേരും. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. തുടക്കം രണ്ടുപേർക്കും ഒരു ഗംഭീര തുടക്കമാകട്ടെ. ഇതിലോട്ട് എന്നെ ക്ഷണിച്ച ജൂഡ് സാറിനും ആൻഡ് ചേട്ടനോടും ലാൽ സാറിനോടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്റ്റർ ബോബി കുര്യൻ. ആൻഡ് ഒരാളും കൂടെ നമ്മളെ ഇവിടെ ജോയിൻ ചെയ്യുന്നു, നിജില. ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്. നിജിലയും കൂടെ ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. നിജില, പ്ലീസ്. നിൽജ. താങ്ക് യു നിൽജ. ഞാൻ ഒരു നിമിഷം നിജിലയാക്കി, പക്ഷെ നിൽജയ്ക്ക് നല്ലൊരു കാര്യം കൊടുക്കണം പ്ലീസ്. നിൽജ, how's your experience with this movie, please? താങ്ക് യു സോ മച്ച്. ഞാൻ തന്നെ വന്ന് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു നിൽജയാണെന്ന്. സോ അന്ന് ഗസ് ചെയ്തു, അക്ഷരങ്ങൾ മാറിപ്പോയതായിരിക്കും എന്നോർത്ത് ഗസ് ചെയ്ത് എഴുന്നേറ്റ് വന്നതാ. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എനിക്ക് തുടരും സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റി. ആൻഡ് തുടക്കം സീനിൽ എനിക്ക് വിസ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആൻഡ് താങ്ക് യു ജൂഡേട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. എനിക്ക് ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫോൺ കോൾ വന്ന് ജൂഡ് ആന്റണി കോളിംഗ്. സാറാസിൽ ഞാൻ ജൂഡൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വന്ന് നമുക്കൊരു പരിപാടി ചെയ്താലോ, ഒന്ന് വരുന്നോ, ഒന്ന് ചോദിച്ചൊരു മൊമെന്റ്, ആ ഒരു എനർജി, അത് നമുക്ക് സെറ്റിലും ഭയങ്കര ത്രൂ ഔട്ട് ആ ഒരു ജൂഡൻ്റെ ഒരു എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒത്തിരി താങ്ക്സ്. ജോക്കുവിനും വിസ്മയ്ക്കും ഇതൊരു അടിപൊളി സൂപ്പർ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടക്കം ഒരു അടിപൊളി സിനിമയായിരിക്കും. എല്ലാവരും ട്രെയിലർ കണ്ട് ആൻഡ് സിനിമ കാണാൻ 7-ാം തീയതി തൊട്ട് തിയേറ്ററിലേക്ക് എത്തിക്കൊള്ളൂ. താങ്ക് യു സോ മച്ച് നിൽജ. തീർച്ചയായും ഞങ്ങളെല്ലാം 7th സെറ്റ് ആക്കിയിട്ടുണ്ട്. താങ്ക് യു. ആൻഡ് ഇനി ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഓരോ കഥാപാത്രത്തിനും അഭിനയിച്ച ഏതൊരു കഥാപാത്രം എടുത്തു നോക്കിയാലും അതിനെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലിൽ ജീവൻ നൽകുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച പെർഫോമേഴ്സിൽ ഒരാൾ. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മനോജ് KG. നമുക്ക് പ്രിയപ്പെട്ട മനോജേട്ടാ പ്ലീസ്. മനോജേട്ടന് എന്തായാലും കുറെ പറയാനുണ്ടാവും, ബിക്കോസ് വിത്ത് ന്യൂ ജനറേഷൻ ആൻഡ് ലാലേട്ടൻ, ഹൗസ് ദാറ്റ് ഡിഫറൻസ്? ലാലേട്ട നമസ്കാരം, ചേച്ചി നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. 1986 കാലഘട്ടത്തിൽ കോട്ടയം വഴി ഞാനും ഈ അജു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടന്നൊരു കാലമാണ്. അന്ന് പോലെ ലാലേട്ടൻ്റെ അതിഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ 90-ലൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത്. മമ്മൂക്കയുടെ കൂടെ തലപതിയിലൊക്കെ അഭിനയിച്ചു. പക്ഷേ 2000 എത്തി അത് സാധിക്കാൻ, രാവണ പ്രഭുവിലൂടെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനോട് ഏകദേശം 18 സിനിമ ചെയ്തു.
പ്രണവ് സിനിമയിലെത്തിയപ്പോൾ ഞാനത് പ്രണവിൻ്റെ കൂടെ ഒരു സിനിമ കൊള്ളാം, ലാലേട്ടനുണ്ട് അഭിനയിച്ചതല്ലേ, പക്ഷെ പ്രണവിൻ്റെ ആദ്യത്തെ പടത്തിലില്ല, ഇത് വിളിച്ചില്ല, ഇത് അതിൻ്റെ റോളൊന്നും കാണില്ല കൊണ്ടായി. എനിവേസ് ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷമുള്ള ഒരു സിനിമയിൽ പ്രണവിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. വിസ്മയ ഒരിക്കലും സിനിമയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിസ്മയുടെ വേറൊരു റൂട്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷയില്ല. പക്ഷെ വിസ്മയ സിനിമയിൽ എത്തിയപ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഈ അവസരം എനിക്ക് ജോഡിനോട് ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ക് ആന്റണി, ഒരുപാട് സന്തോഷം. ആന്റണി കുടുംബത്തിലെ അല്ലെങ്കിൽ ആശീർവാദിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദിന്റെ ഏകദേശം 7-8 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരവും. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കാണും. വിസ്മയ അസൽ. ഇന്റർവ്യൂക്ക് എന്താ പോപ്പുലാരിറ്റി, ഭയങ്കര കലക്കി കേട്ടോ. ഇന്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ. ഈ പടം ഇറങ്ങി അതിന്റെ അപ്പുറത്ത് ഹിറ്റായി കേട്ടോ. അപ്പൊ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് മനോജ്. ശബ്ദം കൊണ്ടും അഭിനയ തികവ് കൊണ്ടും പതിറ്റാണ്ടുകളായിട്ട് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സായികുമാർ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ പാട്ടിൽ കണ്ടു ആളുടെ റോളൊക്കെ ഏകദേശം കണ്ടിട്ട് നല്ല നിറഞ്ഞ കൈഡിയാവാം. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വാം റൗണ്ട് ഓഫ് അപ്ലോസ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അബുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആന്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്. മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ബ്ലഡ് അതാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയാ, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നൂല, ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. 7-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ തുടക്കം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആന്റണി, ലാൽ സാർ, ജൂഡ് മലയാളി, മറ്റേതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സായിച്ചേട്ടാ. സായിച്ചേട്ടൻ കൊടുത്ത അഡ്വൈസിനെ കുറിച്ചൊക്കെ ഓൾറെഡി വിസ്മയ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ കൂടെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക്, ആർട്ടിസ്റ്റുകളുടെ ഒരു സെഷനിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. അതുവരെ വളരെ സൈലന്റ് ആയിട്ട് പോയ ഒരാള്, നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ് ആളെ കേട്ടിട്ടുള്ളത്, അതുവരെ ഭയങ്കര സൈലന്റ് ആയിട്ട് പോയിട്ട് DSLയിൽ ഒരു ടെറിഫിക് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ജയ കുറുപ്പ്. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാം ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു ലാസ്റ്റ് സീനില് ആളെ കൊണ്ടുവന്ന ജയ. പ്ലീസ് ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിയാവണം. 2025 എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല വർഷമായിരുന്നു. അത് ലാൽ സാറിൻ്റെ കൂടെയുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ എനിക്ക് വരാൻ പറ്റി ഈ കുടുംബത്തിലേക്ക്. പിന്നെ അപ്പുവിൻ്റെ ഒപ്പം ഡീസറെ ചെയ്തു, അത് മായയുടെ ഒപ്പം. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക,
എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മായയ്ക്കും ജോഗുവിനും ഭയങ്കര സന്തോഷം ഇവരൊക്കൊപ്പം ചെയ്യാൻ പറ്റിയാലും. ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു, അതിമനോഹരം. എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കൈയടിച്ചത് പറഞ്ഞു വിട്ടു. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്ന് 7-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാൽ സാറിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ ഹസ്ബൻഡ്. അവരുടെ കുറേ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരെല്ലാം ലാൽ സാറിൻ്റെ ഓരോ സിനിമകളിലും മക്കൾക്ക് പേരിട്ടിരിക്കുന്ന ലാൽ സാറിൻ്റെ സിനിമകളിലെ പേരാണ്. അതായത് എൻ്റെ മോൻ്റെ പേര് കാശിനാഥൻ എന്നാണ്. അപ്പം അത്രയ്ക്ക് വലിയ ഫാനാണ് അവരെല്ലാവരും. അപ്പം താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല, നല്ല ടെൻഷനിലാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ജയ. ജയക്ക് ഇവരുടെ 3 പേരുടെയും കൂടെ അഭിനയിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായി അല്ലേ? ആൻഡ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ, ജയ പറഞ്ഞു ജയയുടെ ഹസ്ബൻഡ് ഭയങ്കര ഫാനാണ്. ഞങ്ങൾ എല്ലാം തന്നെ ലാലേട്ടൻ്റെ വലിയ ഫാൻസാണ് അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലാലേട്ടൻ്റെ ഫാൻസാണ്. താങ്ക് യു സോ മച്ച് ജയ. ആൻഡ് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ആ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. when we talk about ആശീർവാദ് സിനിമാസ്, ആശീർവാദ് സിനിമാസിന് മുൻപും പിൻപും മലയാള സിനിമയെന്ന് ഒരു പക്ഷെ കാലം അടയാളപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടാവും. 26ാമത്തെ വർഷമാണ് ആശീർവാദ് സിനിമാസ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാലയളവില് മലയാളത്തിന് അഹങ്കരിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമകൾ, ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ തന്നെ ഹിസ്റ്ററി തിരുത്തി കുറിച്ച സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ആശീർവാദ് സിനിമാസ്. ആശീർവാദ് സിനിമാസിന്റെ ഒരു ഷോറി, നമ്മളുടെ ഇത്രയും നാളത്തെ ആ ഒരു ജേർണി, we are carrying an absolute legacy of almost 26 years. And so proud to say, ഈ ഒരു 26 വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ, മോഡേൺ മലയാള സിനിമയുടെ ഒരു ചരിത്രം കൂടിയാണ് ആശീർവാദ് സിനിമയിലൂടെ സഞ്ചരിച്ചത്. Ladies and gentlemen, can I have your attention on screen? Let's have the show reel. നമ്മളുടെ ഈ ഒരു ഷോ റീൽ കാണുമ്പോൾ അറിയാം ആശീർവാദ് സിനിമാസ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് മലയാള സിനിമയുടെ ഒരു ചരിത്രം നമ്മളിവിടെ സഞ്ചരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മോഡേൺ മലയാളം സിനിമയുടെ, ബ്ലോക്ക് ബസ്റ്റർ മൂവീസിന്റെ. ഇവിടെ നമ്മൾ എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോൾ ഒരാളെ കൂടെ ഒന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യാണ്. ഈ ഒരു ആശീർവാദ് സിനിമാസിന്റെ അദ്ദേഹത്തിന്റെ ഒരു ബ്ലഡ് ആൻഡ് സ്വെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ലാലേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ആന്റണി ചേട്ടൻ. He deserves a louder round of applause. ആന്റണി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു വിഷൻ ആശീർവാദ് സിനിമാസിന്. I know that this is without your permission. I'm calling you on stage. ആശീർവാദ് സിനിമാസിന്റെ ഈ ഒരു വിഷണറി ബിഹൈൻഡ് ദിസ് മൂവി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞ എല്ലാവരുടെയും പേര് നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. ഫ്രം ദ ഹംബിൾ ബിഗിനിങ്. ഇപ്പൊ ആശീർവാദ് എന്ന് പറയുന്നത് മലയാളത്തിലെ one of the most celebrated, most influential production houses in Malayalam film industry. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് the backbone of ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂർ. നല്ല നിറഞ്ഞൊരു കൈയും സ്നേഹവും അദ്ദേഹത്തിന് കൊടുക്കാം പ്ലീസ്. ആരംഭിച്ചേരാ. A warm round of applause, ladies and gentlemen. ആരംഭിച്ചേരാ. ആശീർവാദ് സിനിമാസിന് എല്ലാ സിനിമകളും സ്പെഷ്യലാണ്. പക്ഷേ ഇന്നത്തെ ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ഒരു ഹാപ്പിനെസ് തരുന്നതല്ലേ, കുറച്ചുകൂടെ പേഴ്സണലി സ്പെഷ്യൽ അല്ലേ ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഇത് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ജൂഡ് ഇതുകൊണ്ട് വന്നപ്പോൾ ഇതിങ്ങനെ തന്നെ സെലക്ട് ചെയ്യണം, ഇങ്ങനെ ആവണമെന്ന് എങ്ങനെയാണ് അവർ മൊമെന്റ് ഓഫ് ഒരു തീരുമാനം എടുത്തത്? സന്തോഷം. ഒരുപാട് നമ്മൾ 27 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയം മുതൽ ശരിക്കും ഒന്ന് മനസ്സ് ഇവിടെ വരെ ഈ നിമിഷം വരെ ഒന്ന് ഓടി. അത് വല്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടി, സന്തോഷവും ഒരുപാട് യാത്ര ചെയ്തു. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കാരണം ഞാൻ പ്രണവിൻ്റെ അപ്പുവിൻ്റെ സിനിമയും ഇതുപോലെ ഒരു ദിവസം ആദ്യത്തെ ഒരു സിനിമ ജിത്തും ഞാനുമായിട്ട് ഇതുപോലെ ഞങ്ങൾ തുടങ്ങി. ദൈവം ഒരുപാട് അതിന് ഭാഗ്യം തന്നു. അത് എന്താ പറയുക, ഇപ്പോഴും ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിട്ടുള്ള ആ സമയങ്ങൾ. പിന്നീട് ഇങ്ങനെ ഒരു ദിവസം മായ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കും എന്നുള്ളൊരു ചിന്തയൊന്നും എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. അത്
വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ മുൻപ് 2-3 വർഷം മുൻപ് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മളതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാം, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു സപ്പോർട്ടോടുകൂടി ആഗ്രഹത്തോടുകൂടി എന്ന് ഞാൻ പറയുന്നില്ല, മായയുടെ ആഗ്രഹത്തിന് ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയും അത് ജൂഡായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മായയെ അത്ര കംഫർട്ടായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള. അപ്പം ഞാൻ ജിത്തുവായിട്ട് അപ്പുവിനെ വെച്ച് സിനിമ ചെയ്യുമ്പോഴും അതേപോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരാളായിരിക്കണം എന്ന് തോന്നി. അത് അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ജിത്തുവുമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അതിനുശേഷം ജൂഡുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ വളരെ ഇങ്ങനൊരു സദസ്സിൽ ജൂഡിനോട് ഒരു വാക്കേ പറയാനുള്ളൂ. അത്രയും ജൂഡ് മായയെ അത്രയും കംഫർട്ട് കൊടുത്ത് ഈ സിനിമയിലേക്ക് ആദ്യം മുതലേ ഈ നിമിഷം വരെ കൊണ്ടുവന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിയായി നന്ദി പറയുന്നു. അതിയായി സന്തോഷമുണ്ട്. അപ്പോൾ ആശീർവാദ് സിനിമാസിനെ, മോഹൻലാൽ സാറിനെ, എന്നെയെല്ലാം അത്രയും സ്നേഹിച്ച മലയാളികൾ, അപ്പുവിനെ സ്നേഹിച്ച പോലെ മായയെയും സ്നേഹിക്കണം, അനുഗ്രഹിക്കണം, എല്ലാ ആശീർവാദങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ തുടക്കം എന്ന സിനിമയിൽ എൻ്റെ മകനും വേഷം ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും മനസ്സിലധികമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതാണ്. കാരണം മായ അഭിനയിക്കുന്ന ആ സിനിമയിൽ തന്നെ എൻ്റെ മകനും ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കുടുംബം, മോഹൻലാൽ സാറും ചേച്ചിയൊക്കെ ഞങ്ങളെ എങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോളും ഇവിടെ ഉണ്ട്. അപ്പം ആ സന്തോഷം അതിയായിട്ട് അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം നിന്ന് എന്നോട് സഹകരിച്ച എല്ലാ സംവിധായകർ, നടന്മാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. അവരെല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്, അവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആനന്ദജേട്ട. അത് ആനന്ദജേട്ടൻ വരുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ഫ്രം ദ ബിഗിനിങ് ആ ഒരു ഹിസ്റ്ററി അല്ലെ മനസ്സിൽ കൂടെ പോയി എന്നുള്ളത് കയറി വരുമ്പോൾ തന്നെ എത്രത്തോളം ഇമോഷണൽ ആണെന്നറിയാം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിസ്മയ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എല്ലായിടത്തും പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് ബിക്കോസ് ഇപ്പോഴല്ല, വിസ്മയ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ മലയാളികൾ വിസ്മയ ചെറുതായിരുന്നപ്പോൾ തൊട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഒരു പക്ഷേ കുറച്ച് ലേറ്റായിട്ട് സിനിമയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്നേഹം അന്ന് തൊട്ട് കൂടെയുണ്ട്. ഇവർക്ക് രണ്ടുപേരും ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അല്ലെ ഇവർ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ആ ഒരു സെറ്റും പിന്നെ സിനിമയായിട്ട് കണ്ടപ്പോൾ ഹൗ വാസ് യുവർ ഫീലിംഗ്? എങ്ങനെ ആ ഒരു അല്ല, അത് ശരിക്കും ഇത് നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടും ആ വേഷം അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും കാണുമ്പോൾ അങ്ങനെ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മായനെയൊക്കെ കാണുന്നത്, എൻ്റെ മകനെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഏറ്റവും സന്തോഷം തരുന്നു. അത് ദൈവമേ എല്ലാ അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആശീർവാദിനെ സപ്പോർട്ട് ചെയ്ത, ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്ത, മലയാളത്തിന്റെ മഹാനടനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെ കൂടെയും ഉണ്ടാവും. ഈ സിനിമയുടെ കൂടെയും ഇവരുടെ ഒരു സിനിമ ലൈഫിലും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ്രി ജേഡ. ബിഫോർ യു സ്റ്റെപ്പ് ഡൗൺ, thank you so much for giving us a lot of beautiful movies. Thank you so much. ഒരുപാട് നല്ല സിനിമകൾ ആശീർവാദം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, നമുക്ക് ഇന്നും പിടിതരാത്ത ഒരു ക്രൈം സീനുമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജിത്തു ജോസഫ്. പ്ലീസ്. കൂടെ തന്നെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നത്, വൺ ഓഫ് ദ ഇൻക്രെഡിബിൾ directors of Malayalam movies, Mr. B. Unikrishnan. Certainly നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു അനുഗ്രഹവും ഒരു വിശ്വസും ഒക്കെ തുടക്കക്കാരായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വിസ്മയിക്കും അതോടൊപ്പം തന്നെ ആശിഷിനും ആവശ്യമാണ്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 9 വർഷം പുറകോട്ട് പോവാണ്. തിരുവനന്തപുരത്തായിരുന്നു ഡിസംബറിൽ അപ്പുവിൻ്റെ ആദിയുടെ ഇതേപോലെ 5
ജീവിതത്തിൽ ഒട്ടേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ജൂനിയർ കാണുമ്പോൾ അതിന് ടെൻഷനൊന്നുമില്ല. യു ആർ സോ കോൺഫിഡൻറ്റ്, ഐ നോ യു. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാനും നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് ലാൽ സാറിൻ്റെ മോള് വിസ്മയ വരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ജോക്കു, ആശിഷ്, ജോക്കു എന്നുള്ള എല്ലാവർക്കും അറിയില്ല. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയെങ്കിലും ഒന്ന് 7-ാം തീയതി ആയാൽ മതി എന്നുള്ളൂ. കാരണം വിഷ്വൽസ് കുറച്ച് വിഷ്വൽസ് എനിക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിവേ, എനിക്ക് കഥയെക്കുറിച്ചും വലിയ ധാരണയില്ല. എനിക്കത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു. കാരണം എനിക്കത് ഒരു ഫ്രഷ് ഫീലിങ്ങിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ എനിക്കൊരു സ്കൂളിൽ പറയുന്നില്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിവേ, എന്താ പറയുക, മലയാളത്തിലേക്ക് 2 പുതിയ മുഖങ്ങളുടെ തുടക്കമാണ്. ആ തുടക്കം ജൂഡ് ആന്റണി എന്ന് പറയുന്ന ആ ഫിലിം മേക്കറുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട 2 പേരും, മായയും ജോക്കും, അവർ സിനിമയിൽ തുടക്കം കുറിക്കുന്നു. വലിയ സന്തോഷം. ജൂഡ് വളരെ അടുത്ത സുഹൃത്ത്. ഇത് ഗംഭീരമാകുന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഭയങ്കരമായ ഒരു സ്വാർത്ഥതയും കൂടി ഇതിനകത്തുണ്ട്. ഈ സിനിമയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലഡ് ലൈനിൻ്റെ ഒക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ് മലയാളം സിനിമയിൽ എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ കാണുന്നുണ്ട്. ഗംഭീരമാകട്ടെ. 7-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആന്റണിക്ക് എല്ലാ ആശംസകളും, ജൂണിന് എല്ലാ ആശംസകളും. ചേട്ടാ, Thank you so much, Jitu sir and Unikrishnan sir. Thank you so much. അടുത്തത്, I think it's the right time to invite on stage the captain of this journey, the captain of this ship. ഓം ശാന്തി തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2018 എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ മൂവി വരെ he knows how to touch the pulse of the audience. Ladies and gentlemen, join me in welcoming one of the incredible directors of Malayalam film industry, Jude Anthony Joseph. നമ്മുടെ സ്വന്തം ഡയറക്ടറെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജൂഡ് ആന്റണി ജോസഫ്. ജൂഡ് ആന്റണി ജോസഫ്. ഒരൊറ്റ കാര്യം, കുറെ കാര്യം പറയാനുണ്ടാക്കി, പക്ഷെ ഒരു കാര്യവും പുറത്ത് വിട്ടില്ല. ഞങ്ങൾ പാട്ടും കുറച്ച് ജിത്തു സാർ പറഞ്ഞ പോലെ സാറിന് ആകാംക്ഷയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് കാണുന്നത് ഭയങ്കര യു ആർ ത്രിൽഡ് ടു വാച്ച് ദ മൂവി. പക്ഷെ ഞങ്ങൾക്ക് കഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവർ 2 പേരും ഓഫ് കോഴ്സ് ആസ് ന്യൂ കമേഴ്സ്, ഇവരുടെ കൂട്ടത്തിൽ ലാലേട്ടനെ കൂടെ ചേർത്ത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ how was that experience as a director? പതുക്കെ പറയാം. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടനോടാണ് പറയാനുള്ളത്. ജിത്തു ചേട്ടൻ പറഞ്ഞു 9 വർഷം മുമ്പ് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ലുക്ക് എനിക്ക് തന്നു. അത് ഞാനവിടെ പടപെടാന്ന് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അഭിനയിക്കണം ടെൻഷൻ ഇല്ലാത്ത പോലെ. കാരണം ഇത്രയും വലിയ അഭിനയം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് പോലും നമുക്ക് സിനിമ ഇഷ്ടപ്പെടുത്തിയ ലാൽ സാറിൻ്റെ മകള് വരുന്ന ആദ്യ സിനിമ. അപ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. ഇതിന് എന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത്, ആദ്യ സിനിമയാണെന്നുള്ള യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെയാണ് മായ ചെയ്തത്. മായയിലും ആശിഷായാലും 2 പേരും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ മനോജ് ചേട്ടനായാലും സായി ചേട്ടനായാലും ജാഫർ കണ്ടി പടത്തിൽ ഒരുപാട് ഞങ്ങൾ ശരിക്കും ഒരു നൈറ്റ് ഷൂട്ടായിരുന്നു കൂടുതലും. പക്ഷെ ഞങ്ങൾ സായി ചേട്ടനും മനോജ് ചേട്ടനും ജാഫർക്കും ഞങ്ങൾക്ക് അവിടെ കോമഡി കളിച്ച്, മായ മാത്രം അവിടെ ഡയലോഗ് പറയാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടോ. ഞങ്ങളൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. പക്ഷെ മായയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ ഇല്ലാത്തപോലെ അഭിനയിക്കുന്നു. പക്ഷെ ഭയങ്കര രസകരം. ചേച്ചി ഉണ്ടായിരുന്നു ഫുൾ ടൈം. ആൻറ്റിച്ചേട്ടനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൻറ്റിച്ചേട്ടൻ ഒരു പടത്തിന്റെ കൂടെ ഷൂട്ടിങ്ങിന് വരുന്ന ഇത്രയും ദിവസം വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൻറ്റിച്ചേട്ടൻ അങ്ങനെ
എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ലൊക്കേഷനൊന്നും പോകാറില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് തമാശ പറഞ്ഞിരിക്കാൻ ഒരു ഫാമിലി ട്രിപ്പ് പോയാലും. പിന്നെ ഒന്നാമത്തെ നമ്മുടെ ലൊക്കേഷൻ കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെക്കേഷൻ പോകുന്നൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്, അത് കഴിവ് തെളിയിച്ച എത്രയോ പേരുണ്ട്. അത് പ്രത്യേകിച്ച് ലാൽ സാറിൻ്റെ പടങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട്, ആശീർവാദിൻ്റെ സിനിമ ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നോക്കി വെച്ചിരുന്നത്. എനിക്കൊരു യോഗമായി ഞാൻ കാണുന്നു. കാരണം മായയെ പോലെ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ഇന്നും അവരോട് പറഞ്ഞതാണ്, അതായത് മായയ്ക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ, മലയാളം ഭാഷ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ആർക്കും പഠിക്കാവുന്നൊരു ഭാഷയേ ഉള്ളൂ. മായയ്ക്ക് അറിയാം മലയാളം, പക്ഷെ മായ അതിലൊരു ഒരു കമാൻഡിങ് പവർ കിട്ടുവാണെങ്കിൽ മലയാള സിനിമ കണ്ട ഒരുപാട് നല്ല മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മായ. കാരണം ഞാൻ രണ്ട് വേഷനും കണ്ടിട്ടുണ്ട് മായയുടെ. മായ ഫസ്റ്റ് ഡേ ചെയ്യുന്നതും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പടത്തിൽ തീരാറാകുമ്പോഴും, കാരണം കോൺഫിഡൻസ് കൂടുന്തോറും മായയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അതുകൂടാതെ മായ വന്ന് ആദ്യമൊന്നും മോണിറ്ററിലൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ അവസാനം കഴിയുമ്പോഴേക്കും മായ വന്ന് മോണിറ്ററിൽ നോക്കിയിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം അടുത്ത പടത്തിൽ മായ ഉറപ്പായിട്ടും ഇതിലും ഗംഭീരമായിരിക്കും. ഇതിന് മോശമൊന്നുമല്ല, ഇതിലും ഗംഭീരമാണ്. എന്തായാലും അടുത്തതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എൻ്റെ ടെക്നീഷ്യന്മാരെ, വിഷ്ണു ആയാലും ജെയ്സ് ആയാലും അഖിലായാലും ചമനായാലും, നമ്മൾ എല്ലാവരും ടീമായിരുന്നു. കാരണം നമുക്കൊരു നല്ല സിനിമ ചെയ്യണം. കാരണം ഇത് ഞങ്ങളെല്ലാം മോഹൻലാൽ ഫാൻസാണ്. അപ്പം ഞങ്ങൾക്ക് മോഹൻലാൽ സാറിൻ്റെ മകളുടെ സിനിമ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അതിൽ എനിക്ക് ശരിക്കും നിങ്ങൾ തളിരോമൽ എന്നുള്ള പാട്ടിൻ്റെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള റീസൺ പോലും ഞാനൊരു പാട്ടാണ് ഉദ്ദേശിച്ചത്, ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട്. എല്ലാം ആ കുട്ടിയുടെ ഫാമിലി, നാട്. അപ്പോൾ ജെയ്ക്സിൻ്റെ ഒരു വാക്കിനാണ് എനിക്ക് അതിൽ കുറേ ഐഡിയ കിട്ടി. ജെയ്ക്സ് പറഞ്ഞു, അളിയ മോഹൻലാൽ സാറിൻ്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോളെ പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടില്ലേ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എനിക്ക് കുറേ വിഷ്വൽസ് വന്നത്. കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജെയ്ക്സിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ചമൻ്റെ ആയാലും അഖിലിൻ്റെ ആയാലും ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിഗിനിങ് സ്റ്റേജിൽ കിട്ടിയത്. കാരണം ഈ സിനിമയുടെ തിരക്കഥയിൽ വളരെയധികം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ 2 പേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിൽചേട്ടൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിസാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു ഒരു കാര്യം ചോദിക്കാനായിട്ട്. അത് നിങ്ങൾ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. സാർ ചോദിച്ചു, ഈ സിനിമയിൽ ഒരു പട്ടിയുണ്ട്, അതിനെന്തെങ്കിലും പറ്റുമോ? കാരണം സാറിൻ്റെ മോൾക്ക് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് താങ്ങാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞു. ഇതിൽ പട്ടിക്കൊന്നും സംഭവിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ റീസൺ പറയാം. മായ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ തിരക്കഥയിൽ ആദ്യം പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കാനൊരു പ്ലാൻ ഇട്ട് വെച്ചു. കാരണം ടോവിനോയെ നമ്മൾ 2002 കൊന്ന പോലെ കൊന്നിട്ട് ഒരു ചെറിയ സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ച് അങ്ങനെ പടം സൂപ്പർ ഹിറ്റ് അടിക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം മായ പറഞ്ഞു, ചേട്ടാ പട്ടി ഒന്നും ചെയ്യരുത്, പാവം പട്ടിയാണ്. സിനിമയിൽ പോലും ഒരു പട്ടിക്കൊന്നും സംഭവിക്കരുത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മായ. അതുകൊണ്ട് പട്ടി സേഫാണ്. വേറെ ചില ആൾക്കാർക്ക് ചിലത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ പടത്തിൽ വർക്ക് ചെയ്ത ബിജിച്ചേട്ടൻ ഇവിടെ ഉണ്ട്, വിനോദേട്ടനുണ്ട്. ഇങ്ങനെ ഈ പടത്തിൽ നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള രാത്രികളിലായിരുന്നു ഷൂട്ട്. പക്ഷെ അതിൽ പ്രശ്നം തോന്നാതെ ബിജിച്ചേട്ടൻ്റെ ടീമുമാണ് നമ്മുടെ പടത്തിൻ്റെ കൂടെ കട്ടിങ് നിന്നത്. ഒരുപാട് സന്തോഷം ബിജിച്ചേട്ടൻ, ഒരുപാട് സന്തോഷം. പിന്നെ സൈലൻസ് ചേട്ടൻ 2012 വെള്ളത്തിലായിരുന്നു ജീവിച്ച ആ മനുഷ്യൻ. എൻ്റെ അസോസിയേറ്റാണ് അദ്ദേഹം ഇവിടെ. പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഫുൾ ടീം ഇവിടെയുണ്ട്. എനിക്ക് എല്ലാവരോടും പേഴ്സണലി നന്ദി പറയണമെന്നുണ്ട്. അത് സിനിമ റിലീസ് ചെയ്ത് പറയാനിരിക്കുകയായിരുന്നു, എന്നാലും കണ്ട സ്ഥിതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ലാൽ സാർ പടം കാണുമ്പോൾ ലാൽ സാറിന് വേണ്ടി ഞാനൊരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പടം കാണുമ്പോൾ ഒരു കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയ സുഹൃത്തുക്കൾക്കും, എല്ലാ കൂട്ടുകാർക്കും, എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ആരും ഒരു പ്രതീക്ഷയിലും വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു കുടുംബ ചിത്രം, അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പോലെ തോന്നുന്നു, അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് ആ സിനിമയുടെ ഫൈനൽ ഔട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ ചെറിയ തരിപ്പൊക്കെ കിട്ടി. അത് നിങ്ങൾക്ക് കിട്ടിയാൽ പടം എന്തായാലും ഓടുന്നതിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആക്ച്വലി ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ഫീൽ തന്നെയാണ് വന്നത്.
പിന്നെ 2018 കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ദൈവം കൊണ്ടു തന്നു എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനൊരു മൂവി എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലൊരു ബ്രില്യൻ ഡയറക്ടർ ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. ഇവിടെ നേരത്തെ വന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യൻസും വർക്ക് വിത്ത് യു ഇൻ 2018, റൈറ്റ്? അപ്പൊ എന്താണെങ്കിലും നല്ലൊരു മഴക്കാലത്ത് വീണ്ടും സിനിമ റിലീസ് ചെയ്യാണ്. എല്ലാവരും ഈ ഒരു ടീമിനെ, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. അവിടെ കുറെ പേര് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടുമാണ് വി നീഡ് ഓൾ യുവർ സപ്പോർട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? അത് കാണാനുണ്ട്. താങ്ക് യു ജൂഡ്, താങ്ക് യു സോ മച്ച്. Maybe it's a special moment for Malayalam film itself. അങ്ങനെ തന്നെ പറയണം. ആ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിരിക്കും. സിനിമയുള്ള കാലത്തോളം, സിനിമ കാണുന്ന മനുഷ്യരുള്ള കാലത്തോളം ഒരു മുഖവരിയുടെയും ആവശ്യമില്ലാത്ത ട്രൂ ലെജൻഡ് മലയാള സിനിമ മലയാളത്തിന് നൽകിയ പുണ്യം എന്ന് തന്നെ പറയാം. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടനെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ലാലേട്ടൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത്, ആള് ജോയിൻ ചെയ്യുന്ന നോട്ട് ജസ്റ്റ് ആസ് മലയാളത്തിന്റെ മഹാനടൻ, പക്ഷെ ജോയിനിങ് ആസ് a proud, loving father who's joining for his daughter's debut movie trailer launch. ലാലേട്ട ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടത്, ഇവിടെ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേര്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒരു ഡോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ നിമിഷം വരെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് നിന്ന നമ്മളുടെ സ്വന്തം സുജി ചേച്ചി ആസ് എ മദർ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ ജേർണി കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വിസ്മയ എല്ലായിടത്തും പറഞ്ഞത്. ചേച്ചീനെയും കൂടെ ക്ഷണിക്കുന്നു, പക്ഷെ ഒരുമിച്ച് കയറിയാൽ മതി. ആ ഒരു പേരിനോട്, അച്ഛനിട്ട പേരിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തും വിസ്മയ എന്ന പേരിനോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് വിസ്മയങ്ങൾ കാട്ടുന്ന ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയണം. ആളുടെ ഡെബ്യൂ മൂവി ട്രെയിലർ ലോഞ്ച് ആയിരിക്കും നടക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഷീസ് എ പോയറ്റ്, എ പബ്ലിഷ്ഡ് ഓതർ, എ ട്രെയിൻഡ് മാർഷൽ ആർട്ടിസ്റ്റ്. എന്താ പറയണേ, ഇൻ എവറി സെൻസ് ഓഫ് വേർഡ് ആളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. Ladies and gentlemen, please join me in welcoming മലയാളത്തിന്റെ ഈ ഒരു 3 പേരെയും, വിസ്മയ മോഹൻലാൽ, കൂടെ സുജി ചേച്ചി, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, ഇവരെ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് തന്നെ പറയണം. പ്ലീസ് നല്ല നിറഞ്ഞ കൈഡിയാവാം. വിസ്മയ മോഹൻലാൽ, സുജി ചേച്ചി ആൻഡ് ലാലേട്ടൻ is joining on stage. ലാലേട്ടന് അവിടെ നാണ്ടിച്ചേട്ടൻ എന്താ കളിച്ചതെന്ന് മനസ്സിലാക്കില്ല. ലാലേട്ട, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്തും നമ്മൾ തുടങ്ങിയാലോ? അല്ല, ചേച്ചിയുടെ അടുത്തും തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചി വിസ്മയ എല്ലാ ഇന്റർവ്യൂവിലും അതുപോലെ തന്നെ നമ്മൾ ആസ് എ മദർ കാണുന്ന ഇന്റർവ്യൂസിലെല്ലാം നമുക്ക് മനസ്സിലാവും യു ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി. ആളുടെ ഒരു ഡ്രീമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇവര് ആദ്യം ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തൊരു സമയത്ത് ഹൗ വാസ് യുവർ ഫീലിംഗ് ആസ് എ മദർ, ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ നിന്നൊരു അമ്മയെന്ന് നിലയ്ക്ക്? ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐഡ് ലൈക്ക് ടു സേ, ഇപ്പൊ എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. അവർ 2 പേരും വന്ന സിനിമ ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, പ്രണവ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിന്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, വിച്ച് ഓൾസോ മീൻസ് ദ ബിഗിനിങ്. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്, but these are the 2 similarities that I found, really interesting. തുടക്കം, അതിന്റെ ടൈറ്റിൽ തന്നെ it means beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. Appo ee oru beginning
will not happen with just one person, right? Other than that, I wouldn't say that a film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer, Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya. Maya is very lucky. She's very blessed, I would say, because family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മൈൻ്റെ കൂടെ ലൊക്കേഷനിൽ I was with her എല്ലാ ദിവസം ആ സെറ്റിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവ്രി വൺ ഫോർ മേക്കിംഗ് ദിസ് for making Maya very comfortable. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam is to be a beginning of something really beautiful. So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. Adupole thanne also for Ashish, because I've seen him grow. He's also like one of my children. So it's a very emotional moment for me. It gives me a lot of pride. Thank you. രശ്മി ചേച്ചി, സത്യം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മൊമെന്റ് ആണ്, ഒരു ഇമോഷണൽ മൊമെന്റ് ആണ്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മായ, വിസ്മയ, മലയാളത്തിന്റെ വിസ്മയമാവാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം വിസ്മയ. Of course, you were in many, you are a talented martial artist. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. How cinema excites you and how Tudakam excites you? I'm so grateful to be here. I feel like this is the just ordinary. Sorry, I'm okay. Okay, I want to speak in English because Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, Annie Chada, Jude Chada, thank you so much. Sai Kumara, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, dear. Thank you so much. വിസ്മയ, ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. That hit, that song which came out, social media full trending ആയിട്ടുള്ള ഒരു സോങ് ആണ്. Thank you so much for that. And തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു തുടക്കമാവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ വിസ്മയ്ക്ക് സാധിക്കട്ടെ. ലാലേട്ടാ, പ്ലീസ്. ഇനി ലാലേട്ടനോട് ചോദിച്ചോട്ടെ. ലാലേട്ടാ, ഞാൻ കുറച്ച് നെർവസ് ആയി. ലാലേട്ടാ, ഒരുപാട് സിനിമകളുടെ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ. ദിസ് ഇസ് ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു കാര്യം വിച്ച് ഇസ് നോട്ട് ന്യൂ ഫോർ യു. പക്ഷേ when it comes to തുടക്കം, എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായില്ല.
ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയാം, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് പോലീസ് വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊണ്ടു ഒരു കാലത്തിൽ നിന്നാണ് വന്നത്. അല്ല, ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നു. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമായിട്ട്, കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ? ഒരു എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഡബ് ചെയ്യുന്ന ആ ഭാഗം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടു. എനിക്കും ജോലി പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും പറയണ്ട, ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പൊ എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിരശീല മാറ്റി വരുന്നത്, അതൊരു തിരശീല എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ് വിസ്മയ എന്ന് പറയുന്നത്. വിസ്മയ എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനും. പിന്നെ ജോക്കു ഈസ് ലൈക്ക് മൈ സൺ അല്ലെ, എൻ്റെ മോൻ്റെ. അപ്പൊ എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല. അപ്പൊ എൻ്റെ ഒരു മകളുടെയും സിനിമയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ ഞാൻ, പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു, അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അതും വലിയ കാര്യമാണ്. ചിലപ്പോൾ അറിയില്ലായിരിക്കും, വെഴുന്നീർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോരുത്തരെ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും. ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആന്റണി പെരുമ്പാവൂരിനും സ്പെഷ്യൽ നന്ദി. ആന്റണി അങ്ങനെയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആന്റണി എൻ്റെ കൂടെ 39 വർഷമായി. ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആന്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആന്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കും അങ്ങനെ ആന്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണമില്ല. ദേഷ്യം തോന്നിയാലും അതിനെനിക്കൊരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമാശ. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം പോലെ കാണാം നമ്മുടെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു
ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ആരും അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പൊ ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടും അല്ലേ അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇത് നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത്. കൂടെയുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട ഒരു സ്നേഹം പറയുന്നു. നന്ദി എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആന്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആന്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ഇതിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പം ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിം ആകട്ടെ, ഇങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ട ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി, അതിൻ്റെ പുറകെ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനടക്കം. താങ്ക് യു. താങ്ക് യു ലാലേട്ട. ഇനി എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്ന ഒന്നും വേണ്ട, അത് ഞങ്ങൾക്ക് പറയണല്ലോ. ആള് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ മൂവിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു വലിയ വിശാലമായ ലോകത്തേക്ക് ആള് കിടക്കാൻ പോകുന്നത് തുടക്കം മൂവിയിലൂടെ തന്നെയായിരിക്കും. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആശിഷ് ജോ ആന്റണി. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആശിഷ് പ്ലീസ്. ആശിഷിന്റെ കൂടെ തന്നെ രണ്ടുപേരെയും കൂടെ നമ്മൾ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ സ്വന്തം ആന്റണി ചേട്ടൻ. ആന്റണി ചേട്ടന്റെ കൂടെ തന്നെ ഈ ഒരു ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ശാന്തി ചേച്ചി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് ആശിഷിന്റെ സിസ്റ്ററെ കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടിയാവാം പ്ലീസ്. ആശിഷ് പ്ലീസ്. ഇപ്പൊ എല്ലാവരും ജോക്കോ എന്ന് പറയുന്നത് അങ്ങനെയാ വരുന്നത്. ആശിഷ് പ്ലീസ്, എങ്ങനെയാണ് പുതിയൊരു തുടക്കമാണ് സിനിമയിലേക്ക്? വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ബിക്കോസ് അത്രമാത്രം സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു. ബിക്കോസ് ടുഡേ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. പിന്നെ തുടക്കത്തിൽ നിന്ന് എല്ലാവരും വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം ഉണ്ടായി. ബിക്കോസ് ഐ റിയലി മിസ്ഡ് യു ഗൈസ്. മായ ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഐ ഹവ് നോൺ ഹർ സിൻസ് ഐ വാസ് എ കിഡ്. പക്ഷേ കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ തുടക്കം കാരണം എനിക്ക് ചേച്ചിയുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. I was able to get to know her more and understand her and also actually learn from her because she's such an amazing person, and not just as an actor but also as a human being. And please say the same and never change. Uncle, Sujanti, Appa, this wouldn't have been possible without you guys. Love you guys so much. And Joreta, I can't remember because I'm really grateful. I don't know how to thank you. But I'm really happy you guys are here for this beautiful moment. And nothing much to say. My ചേച്ചിക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും വേണ്ടി I'm requesting everybody's blessings. I hope you guys love the movie. Thank you. Thank you everyone. Thank you Laleta, Sucheji, Vismaya, Ashish, and Vijayda. Everyone, Shanti ji, a big thanks to you. Please.